ആയിക്കോട്ടെ. ഇന്ന് നമ്മളൊരു സോണി ടി വിയുടെ ഒരു അഡാപ്റ്റർ SMPS ആണ് സർവീസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം സോണി ടി വിയുടെ SMPS ഒക്കെ നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇത് സർവീസ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് അയച്ചു നോക്കാം. അയക്കാൻ കുറച്ച് പാടുണ്ടാവും. ഈ ജോയിൻ്റൊക്കെ ശരിക്ക് നല്ല ടൈറ്റായിരിക്കും. അപ്പോൾ ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഒന്ന് അകത്തോട്ട് കിടത്തിയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊളിഞ്ഞു പോരും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് പൊളിച്ചിട്ട് നമുക്ക് അതിൻ്റെ അകവശം ഒന്ന് കാണാം. നമ്മളൊരു മൊഡ്യൂൾ നമ്മൾ പരിചയപ്പെടാം. ആ മൊഡ്യൂൾ ഉപയോഗിച്ച് നമുക്ക് ഏത് SMPSൻ്റെ IC കിട്ടിയില്ലെങ്കിലും ഏത് MOSFET കിട്ടിയില്ലെങ്കിലും നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഏകദേശം 90% SMPSും അഡാപ്റ്ററുകൾ, ലാപ്ടോപ്പിൻ്റെ അഡാപ്റ്ററുകൾ, ചാർജറുകൾ, പിന്നെ ഒരു 60 വാട്ട്സ് 5 ആമ്പിയർ വരെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് SMPSും നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ മിക്കവാറും SMPSൽ എന്താ പറ്റുന്നത് വെച്ചാൽ SMPSൻ്റെ സ്വിച്ചിങ് മോഡിൽ കംപ്ലൈൻറ്റ് വരുന്നത്, IC പോകുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ MOSFET IGBT ഒക്കെ പോകുന്നതായിരിക്കും. അത് നമ്മൾ ഈ മൊഡ്യൂൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. LED TV, പിന്നെ ലാപ്ടോപ്പിൻ്റെ ചാർജർ, TVയുടെ ചാർജർ, TVയുടെ അഡാപ്റ്റർ എന്ന് വേണ്ട എല്ലാവിധ SMPSകളും നമുക്ക് അതിൻ്റെ MOSFET IGBT കിട്ടിയില്ലെങ്കിലും നമുക്ക് അതിൻ്റെ IC കിട്ടിയില്ലെങ്കിലും നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അതിനാണ് ഈ മൊഡ്യൂൾ ഉപയോഗിക്കുന്നത്. ഈ മൊഡ്യൂൾ നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് സോണിയുടെ ഒരു അഡാപ്റ്ററാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സോണി അഡാപ്റ്ററിൻ്റെ ബോർഡ്. ഓക്കെ, ഇന്ത്യയിൽ കിട്ടുന്ന ബോർഡാണ്. ഏകദേശം ഇതാണ് ഇതിൻ്റെ ഇൻസൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കാം, എന്തൊക്കെ പ്രശ്നങ്ങളുള്ളതെന്ന്. ഇതിൻ്റെ ഇവിടെ ഒരു സ്വിച്ചിങ് IC ഉണ്ട്. ഈ IC ഇവിടുന്ന് പറിച്ചെടുത്ത് കളഞ്ഞിട്ടുണ്ട്. കരിഞ്ഞു പോയിരിക്കുകയായിരുന്നു. ഞാൻ പറിച്ചെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ICയുടെ നമ്പറോ അതിൻ്റെ ഡീറ്റെയിൽസോ നമ്മളടുത്ത് അവൈലബിൾ അല്ല, നമുക്ക് അറിയില്ല ഇത് എത്രയെന്നുള്ളത്. ഓക്കെ, അതേപോലെ ഇതിൻ്റെ ഒരു MOSFET, ഈ MOSFETും പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഈ ഒരു ഫ്യൂസ്, MOSFET തന്നെ ഷോർട്ട് ആയതുകൊണ്ട് ഈ ഫ്യൂസും അടിച്ചു പോയിട്ടുണ്ട്. നമുക്കിതൊക്കെ പഴയ സ്പെയറിൽ നിന്ന് നമുക്ക് മാറ്റിയിടാം. ഓക്കെ, ഇത് മാറ്റിയിട്ടിട്ട് നമുക്ക് എന്തായാലും ഈ IC മാർക്കറ്റിൽ കിട്ടില്ല. ഈ ഇവിടുത്തെ ഒരു ചെറിയൊരു കുഞ്ഞു IC ഉണ്ട്, IC മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്കിതിൻ്റെ സ്വിച്ചിങ്, ഇത് IC കിട്ടാതെ ഇത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സോണിയുടെ അഡാപ്റ്റർ നല്ല ക്വാളിറ്റിയുള്ള കപ്പാസിറ്ററും ട്രാൻസ്ഫോമറൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് നമുക്കിത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു SMPS മൊഡ്യൂള് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, SMPS മൊഡ്യൂള്. അപ്പോൾ ആ SMPS മൊഡ്യൂൾ വെച്ചിട്ട് നമുക്ക് ഈ ബോർഡ് റിപ്പയർ ചെയ്തെടുക്കാം. അല്ലാതെ ഈ IC തിരഞ്ഞ് നടന്നാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ MOSFET ഞാൻ ഈ സിങ്കിൻ്റെ ഈ സൈഡിലായിരുന്നു.
ഉണ്ടല്ലോ, ഞാൻ ഈ കവറൊന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഇതിവിടെ ആയിരുന്നു, ഇത് കാണുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഈ അഡാപ്റ്ററിന് എന്തൊക്കെ പ്രോബ്ലം നമ്മൾ കണ്ടു. ഇതിൻ്റെ ഹോട്ട് സെക്ഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ SMPSനകത്ത് ഒരു ഹോട്ട് സെക്ഷനും ഒരു കൂൾ സെക്ഷനും ഉണ്ടാകും. ഹോട്ട് സെക്ഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് തൊട്ടാ ഷോക്ക് അടിക്കുന്ന ഭാഗത്ത് നമ്മൾ ഹോട്ട് സെക്ഷൻ ഒന്നും, അതായത് ഈ വലിയ കപ്പാസിറ്ററും ഈ ഭാഗങ്ങളും ഉള്ള ഈ ഇത്രയും ഭാഗത്ത്, ഇവിടെ നിന്ന് തൊട്ട് ഇത്രയും ഭാഗത്ത് നമ്മൾ ഹോട്ട് സെക്ഷനായിട്ടും, ഇവിടുന്ന് ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ നിന്ന് വരുന്ന ഈ സെക്ഷൻ നമ്മൾ കൂൾ സെക്ഷനായിട്ടാണ് നമ്മൾ എല്ലാ പവർ സപ്ലൈയിലും നമ്മൾ കണക്കാക്കുക. ഓക്കെ, എല്ലാ പവർ സപ്ലൈയിലും നമ്മൾ അങ്ങനെയാണ് കണക്കാക്കുക. അതായത് വേറൊരു പവർ സപ്ലൈ എടുക്കുകയാണെങ്കിൽ ഇത്രയും സെക്ഷൻ ഹോട്ട് സെക്ഷനും ഇത്രയും സെക്ഷൻ കൂൾ സെക്ഷനാണ്. കൂൾ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് DC കറണ്ട് 12 വോൾട്ടോ അല്ല DC വോൾട്ടേജ് 12 വോൾട്ടിന് താഴെ അല്ലെങ്കിൽ 24 വോൾട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ തൊട്ടാ ഷോക്ക് അടിക്കില്ല. ഹോട്ട് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് പണിതില്ലെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ ഹോട്ട് സെക്ഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഇത് ഇലക്ട്രോണിക്സിനെ കുറിച്ച് തീരെ അറിയാത്തവരൊന്നും ഈ ബോർഡിൽ ചെന്ന് പണിയാൻ നിൽക്കരുത്. ഇത് ജീവൻ വെച്ചുള്ള കളിയായിരിക്കും. അവർക്ക് അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തവരൊന്നും SMPSൻ്റെ എന്നല്ല, ഏത് പവർ സപ്ലൈയുടെയും ഹോട്ട് സെക്ഷനിൽ തൊടാൻ നിൽക്കരുത്. ഹോട്ട് സെക്ഷൻ അല്ലാത്ത നിങ്ങൾ സെക്കൻഡറി സെക്ഷനും തൊടാൻ നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഇതിനെ കുറിച്ച് റിപ്പയർ ചെയ്യാതിരിക്കുക. ഇത് ബേസിക്കായിട്ടുള്ള ഇലക്ട്രോണിക്സിലെ അറിവുള്ളവർക്ക് മാത്രമുള്ള ഒരു ട്രെയിനിങ് സെക്ഷനാണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ഈ അഡാപ്റ്റർ എങ്ങനെ റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം ഇതിൻ്റെ IC നമുക്ക് മാർക്കറ്റിൽ, ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഇനി ഓൺലൈനിൽ വരുത്തുകയാണെങ്കിൽ തന്നെ അത് കരിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ നമ്പറോ കാര്യങ്ങളോ ഒന്നും നമ്മളെടുത്തില്ല. അപ്പോൾ SMPSൽ നമ്മൾ മെയിനായിട്ട് വരുന്നൊരു സെക്ഷനാണ് അതിൻ്റെ സ്വിച്ചിങ് സെക്ഷൻ. അതായത് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്നാണ് SMPSൻ്റെ ഫുൾ ഫോം. സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ, SMPS, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്നാണ് പറയാം. അപ്പോൾ ഈ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത് ഒരു സ്വിച്ചിങ് നടക്കുന്നതുകൊണ്ടാണ്. ഒക്കെ ഒന്നുകിൽ മോസ്ഫെറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ PNW IC വെച്ചിട്ടോ ഏതെങ്കിലും ഒരു സ്വിച്ചിങ് അവിടെ നടക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് DC ട്രാൻസ്ഫോമർ എന്ന് ചിലർ പറയുന്നുണ്ട്. ഇത് DC ട്രാൻസ്ഫോമർ ഒന്നുമല്ല. ഇത് സാധാരണ AC ട്രാൻസ്ഫോമർ പോലെ തന്നെ ഒരു AC ട്രാൻസ്ഫോമറാണ് സ്വിച്ച് ഈ നമ്മളെ SMPSനകത്ത് വരുന്ന ഈ ചെറിയ കുഞ്ഞു ട്രാൻസ്ഫോമർ. പിന്നെ എന്തുകൊണ്ട് അതിൻ്റെ വലുപ്പം കുറഞ്ഞെന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസിയിലുള്ള സിഗ്നലുകളാണ്, പൾസസ് ആണ് ഇതിൻ്റെ പ്രൈമറിയിൽ നമ്മൾ കൊടുക്കുന്നത്. ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മോസ്ഫെറ്റൊക്കെ ഹൈ ഫ്രീക്വൻസിയിൽ സ്വിച്ചിങ് നടക്കണമുണ്ട്. എന്ത് ചെയ്യും, ഇതിൻ്റെ ഫ്രീക്വൻസി കൂടുന്നിടത്തോളം ഇതിൻ്റെ ഈ ട്രാൻസ്ഫോമറിൻ്റെ വലുപ്പം കുറയ്ക്കാൻ സാധിക്കും. അതാണ് SMPSൻ്റെ ഒരു ബെനിഫിറ്റ്. നമുക്കറിയാം നമ്മുടെ സാധാരണ ഓർഡിനറി ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സൈസും അതിൻ്റെ വെയിറ്റും ഒക്കെ വളരെ കൂടുതലായിരിക്കും. ഇതുണ്ടോ, ഇത് നമ്മുടെ സാധാരണ ഓർഡിനറി ട്രാൻസ്ഫോമറാണ്. 1.5 ആംപിയറുള്ള ട്രാൻസ്ഫോമറിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈസാണ്. ഓക്കെ, ഇതും അപേക്ഷിച്ച് ഈ ട്രാൻസ്ഫോമറിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കുഞ്ഞു ട്രാൻസ്ഫോമർ. ഓക്കെ, ഇത് 3 ആംപിയറോളം ഇതിൻ്റെ പവർ എടുക്കാൻ കഴിയും. നേരെ മറിച്ച് ഇത്രയും വലിയ ട്രാൻസ്ഫോമർ നമുക്ക് 1.5 ആംപിയറേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് 3 ആംപിയർ വെക്കണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ സൈസുള്ള ട്രാൻസ്ഫോമർ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും സാധാരണ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ സാധാരണ AC ലൈൻ്റെ ഫ്രീക്വൻസി നമുക്കറിയാം. നമ്മൾ 50 ഹെർട്സ് എന്ന് പറയുന്ന ഫ്രീക്വൻസിയിലാണ് നമ്മൾ ഇതിൻ്റെ ഫ്രീക്വൻസി കണക്കാക്കുന്നത്. 50 ഹെർട്സ് ഫ്രീക്വൻസിയിൽ നമുക്ക് ട്രാൻസ്ഫോമർ AC ട്രാൻസ്ഫോമർ നേരിട്ട് കൊടുത്താൽ നമുക്ക് അതിൻ്റെ സെക്കൻഡറിയിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് നമുക്ക് 12 വോൾട്ടോ 14 വോൾട്ടോ കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ 50 ഹെർട്സ് നമുക്ക് ഇതിൽ 50 ഹെർട്സ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ ട്രാൻസ്ഫോമർ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ആ ട്രാൻസ്ഫോമറിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലുമായിരിക്കും.
അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി കൂട്ടുമ്പോൾ നമ്മൾ 50 ഹെർട്സിൽ നിന്ന് കിലോ ഹെർട്സിലേക്ക് പിന്നെ മെഗാ ഹെർട്സിലേക്ക് മാറ്റുമ്പോൾ ഈ ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നതിന് പകരം ചെറിയ ഫെറൈറ്റ് കോറിൽ വൈൻഡ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ നമുക്ക് ഉപയോഗിക്കാം. അതാണ് SMPSൻ്റെ ഒരു ബെനിഫിറ്റ്. അതായത് സൈസ് കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ സ്റ്റെബിലിറ്റി. ഈ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ AC വോൾട്ടേജിലെ വേരിയേഷൻ എപ്പോഴും സംഭവിക്കുന്നതനുസരിച്ച്, അതായത് AC വോൾട്ടേജ് കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ സെക്കൻഡറിയിലെ വോൾട്ടേജും കൂടിയും കുറഞ്ഞും നിൽക്കും. അപ്പോൾ നമുക്കൊരു സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ളൊരു വോൾട്ടേജ്, അതായത് സ്ഥിരമായിട്ടുള്ളൊരു വോൾട്ടേജ് നമുക്ക് കിട്ടില്ല. നമ്മുടെ ഈ SMPSൻ്റെ കേസിൽ എന്ന് വെച്ചാൽ ഇതിനൊരു ഒപ്റ്റോക്ലോപ്പറിന് ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഒപ്റ്റോക്ലോപ്പർ ഉണ്ടാവും. ഒപ്റ്റോക്ലോപ്പർ വഴി ഫീഡ്ബാക്ക്, ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നൊരു ഫീഡ്ബാക്ക് ഇതിൻ്റെ പിന്നെ IC-ലോട്ടോ അല്ലെങ്കിൽ കൺട്രോൾ സെക്ഷനിലേക്കോ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ വോൾട്ടേജ് AC ലൈനിൽ എത്ര കുറഞ്ഞാലും കൂടിയാലും നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും സ്ഥിരമായിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താൻ നമുക്ക് സാധിക്കും. അതും SMPSൻ്റെ ഒരു ബെനിഫിറ്റാണ്. അപ്പോൾ 2-3 ബെനിഫിറ്റ് നമ്മൾ പറഞ്ഞു. ഒന്ന്, ഇതിൻ്റെ സൈസ് വളരെ കുറയ്ക്കാം. രണ്ടാമത്തേത് സ്റ്റെബിലിറ്റി കൂടുതലാണ്. മൂന്നാമത്തേത് എന്താ പറയുക, ഇതിൻ്റെ എപ്പോഴും ഇതിൻ്റെ സൈസും വലുപ്പമൊക്കെ വളരെ കുറഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരമുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്കിതിന് ഉണ്ട്. മാത്രമല്ല ആംബിയർ എത്ര കൂടിയാലും ഒരു 5 ആംബിയർ 6 ആംബിയറോ 7 ആംബിയർ 8 ആംബിയറൊക്കെ വന്നാലും നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ സൈസ് നമുക്ക് വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. അതിന് അയൺ കോറും മറ്റൊന്നും ഉപയോഗിക്കേണ്ട, വെറും ഫെറൈറ്റ് കോറിൽ നമുക്ക് വൈൻഡ് ചെയ്തെടുത്താണ്ട് നമുക്ക് ഈ ട്രാൻസ്ഫോമർ അത്രയും നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ വലുപ്പം ചെറുതാക്കാൻ പറ്റും. കമ്പ്യൂട്ടറിൻ്റെ പവർ സപ്ലൈ നമുക്കറിയാം. കമ്പ്യൂട്ടറിൻ്റെ പവർ സപ്ലൈ നമുക്ക് ഇതേപോലത്തെ 3 ട്രാൻസ്ഫോമർ കാണാൻ പറ്റും. കമ്പ്യൂട്ടറിൻ്റെ SMPS നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 3 ട്രാൻസ്ഫോമർ നമ്മൾക്ക് ഇതിന് അകത്ത് കാണാൻ പറ്റും. ഒന്ന് മെയിൻ ട്രാൻസ്ഫോമർ, ഇത് 10 ആംപിയർ വരെ കറണ്ട് കൈകാര്യം ചെയ്യുന്ന ട്രാൻസ്ഫോമറാണിത്. കുഞ്ഞു 2 ട്രാൻസ്ഫോമറും. ഈ ട്രാൻസ്ഫോമറൊക്കെ 3-4 ആംപിയറൊക്കെ കറണ്ട് കൈകാര്യം ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫോമർ അപേക്ഷിച്ച് ഈ ട്രാൻസ്ഫോമർ എന്തുകൊണ്ട് ഇതിൽ ഉപയോഗിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് രണ്ടും AC തന്നെയാണ്. AC തന്നെ വർക്ക് ചെയ്യുക. അത് DC-യിൽ ഒരിക്കലും ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ AC കിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് DC ട്രാൻസ്ഫോമർ അല്ല. പല ടെക്നീഷ്യന്മാരും തെറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് DC ട്രാൻസ്ഫോമർ. ആക്ച്വലി ഇത് DC ട്രാൻസ്ഫോമർ അല്ല, ഇത് AC തന്നെയാണ്. ഇത് AC തന്നെയാണ്. AC തന്നെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഇവിടെ ഒരു മോസ്ഫെറ്റ് കൊടുത്തിട്ട് ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് നടത്തിയിട്ടാണ്. ഇവിടെ ഒരു മോസ്ഫെറ്റ് ഉണ്ടാവും. ഈ മോസ്ഫെറ്റ് ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് നടത്തിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് പൾസ് കൊടുക്കുന്നത്. അത് ഇത് ശരിക്കും SMPS എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ ശരിക്കൊന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ AC കൊടുക്കുന്നു, ലൈനിലെ AC നമ്മൾ ഈ 2 പ്ലഗിൽ കൊടുക്കുന്നു. ആ AC നമ്മൾ ഫിൽറ്റർ, കപ്പാസിറ്റർ, ഫ്യൂസ്, ലൈൻ ഫിൽറ്റർ ഒക്കെ മുഖാന്തരം. ഈ ലൈൻ ഫിൽറ്റർ എന്തിനാണെന്ന് വെച്ചാൽ AC-യിലെ ഫ്ലക്ച്വേഷൻ മാക്സിമം ഒഴിവാക്കാനാണ് ഇവിടെ ചോക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു കോയിൽ കൊടുത്തിട്ടുണ്ട്. 2 ലൈൻ ഉണ്ടാവും. പിന്നെ ഒരു NTC. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്. ഈ ഇടയിൽ ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്. ആ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ത് ചെയ്യുന്നു, AC-യെ DC ആക്കി മാറ്റുന്നു. അപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയർ നമ്മൾ നാളെ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ SMPSൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞ പോലെ 230 വോൾട്ട് AC ആണെങ്കിലും നമ്മൾ DC ആക്കി ബ്രിഡ്ജ് റെക്ടിഫയർ വരുമ്പോൾ ഒരു 325 വോൾട്ട് ഇതിൻ്റെ ഈ കപ്പാസിറ്ററിൻ്റെ ഔട്ടറുണ്ടാവും. കപ്പാസിറ്ററിൻ്റെ ഈ വലിയ കപ്പാസിറ്റർ ലൈൻ ഫിൽറ്റർ എന്ന് പറയാം, വലിയ കപ്പാസിറ്റർ. മെയിൻ ഫിൽറ്റർ കപ്പാസിറ്ററിൻ്റെ പിന്നിൽ ഏകദേശം 325 വോൾട്ട് വരെ ഉണ്ടാവും. ആ 325 വോൾട്ട് DC-യെ വീണ്ടും ഒരു പൾസുള്ള ഒരു AC കറണ്ട്, ഹൈ ഫ്രീക്വൻസി പൾസുള്ള ഒരു AC കറണ്ട് ആക്കി മാറ്റുകയാണ് ഇവിടുത്തെ ഈ മോസ്ഫെറ്റും അല്ലെങ്കിൽ പല സർക്യൂട്ടിലും വരുന്ന
IC, IGBT ഇങ്ങനെ പലതും വരുന്നുണ്ട് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്യുന്നത് അങ്ങനെ സ്വിച്ചിങ് ഉണ്ട്. ഇത് ശരിക്കും ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഇൻവെർട്ടറിൻ്റെ ഫംഗ്ഷൻ തന്നെ നടക്കുന്നത്. അങ്ങനെ ഇവിടെ ഒരു 10-300 വോൾട്ടേജ് ഇതിൻ്റെ പൾസിലുള്ള ഒരു വോൾട്ടേജ് ഇവിടെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ സെക്കൻഡറിയിൽ AC വോൾട്ടേജ് തന്നെ കിട്ടുന്നത്. ആ സെക്കൻഡറിയിൽ കിട്ടുന്ന AC വോൾട്ടേജിനെ വീണ്ടും DC ആക്കിയിട്ട് ഒരു സ്കൂട്ടി ഡയോഡ് എന്ന് പറയും. സ്കൂട്ടി ഡയോഡിനെ കുറിച്ച് നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ വിശദമായിട്ട് സംസാരിക്കാം. ഓക്കെ, ടെമ്പറേച്ചർ നല്ലോണം താങ്ങാൻ പറ്റിയൊരു ഡയോഡാണ് സ്കൂട്ടി ഡയോഡ്. അപ്പോൾ ആ സ്കൂട്ടി ഡയോഡ് മുഖാന്തരം കടത്തി വിട്ട് അതിനെ നമ്മുടെ DC ആക്കിയിട്ട് 12 വോൾട്ടോ 24 വോൾട്ടോ 5 വോൾട്ടോ DC ആക്കിയിട്ട് നമുക്ക് ഒരു ഫിൽറ്റർ കപ്പാസിറ്റർ വെച്ചിട്ട് DC ആക്കി. പിന്നെ നമുക്കറിയാം സാധാരണ നമ്മൾ നോർമൽ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരു ഫിൽറ്ററിങ് സിസ്റ്റമാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത്. പിന്നെ ഒരു കോയിലും കൂടി ഇവിടെ വരുന്നുണ്ട്. ലൈൻ ഫിൽറ്ററിന് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോയിലും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല പവർ സപ്ലൈയിലൊക്കെ അതും കൂടി ഉണ്ടാവും. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള SMPSൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ടായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്വിച്ചിങ് മുഖാന്തരമാണ് SMPS വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് 50 ഹെർട്സൊന്നുമല്ല, കിലോ ഹെർട്സിലോ മെഗാ ഹെർട്സിലോ ഒക്കെ ആയിരിക്കും ഇതിൻ്റെ സ്വിച്ചിങ് നടക്കുക. ഓക്കെ, ഈ SMPS റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളടുത്ത് ഈ IC ഇവിടെ സ്വിച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു IC അല്ലെങ്കിൽ PWIC നമ്മളെടുത്തില്ല. അപ്പോൾ നമ്മൾ അതിന് പകരം ഉപയോഗിക്കുന്ന ഒരു മൊഡ്യൂളുണ്ട്. നമ്മൾ മാർക്കറ്റിൽ 30 രൂപക്കോ 60 രൂപക്കോ ഒക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു മൊഡ്യൂളാണ് ഈ മൊഡ്യൂൾ. ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ്, ഇത് എങ്ങനെ കണക്ട് ചെയ്യേണ്ടത്, അത് കണക്ട് ചെയ്തിട്ട് ഈ SMPS എങ്ങനെ നമ്മൾ റിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കണക്ഷൻസിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ഇതെന്താണ്, ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ ഇത് സ്വിച്ചിങ് IGBT ആണ്. ഓക്കെ, സ്വിച്ചിങ് നടക്കുന്ന ഈ നമ്മളെ സ്വിച്ചിങ് കംപ്ലൈൻ്റ് അല്ല, ഈ സ്വിച്ചിങ് IC കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ആ സ്വിച്ചിങ്ങിന് പകരം നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മൊഡ്യൂളാണ് ഈ സാധനം. കാര്യമായിട്ട് തിമ്മതിലുള്ള ഈ IGBT ആണ് കാര്യമായിട്ട് തിമ്മ ഉള്ളത്, വേറെ ഒന്നും തിമ്മയില്ല. പിന്നെ ടോട്ടൽ 6 കാലുണ്ട്. 6 കാലുകളുള്ള ഒരു IGBT ആണ്. ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 565R എന്ന സാധനം. ഓക്കെ, അപ്പോൾ DMO ഈ നമ്പറുള്ള ഈ IC ആണ്, ഈ IGBT ആണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, ഇത് മുഖാന്തരം എങ്ങനെ സ്വിച്ചിങ് നമുക്ക് ഈ SMPSൻ്റെ സ്വിച്ചിങ് എങ്ങനെ വർക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് നമുക്കൊരു ഗ്രാഫിക്കൽ ഡയഗ്രാം നമുക്ക് വരച്ചിട്ട് അതൊന്ന് വിശദീകരിച്ച് ഞാൻ തരാം. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ SMPSൻ്റെ ഒരു ബേസിക് ഡയഗ്രാം. നമുക്ക് ആവശ്യമുള്ള ഡയഗ്രാം മാത്രമേ വരച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്കറിയാം ഇവിടെ നമ്മൾ ലൈന് ന്യൂട്രൽ കൊടുക്കും, AC ലൈൻ കൊടുക്കും. ഓക്കെ, അത് നമ്മൾ നേരെ ഫിൽറ്റർ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ഇതിനു മുമ്പ് ഫ്യൂസ് ഉണ്ട്, പിന്നെ ഇൻഡക്ടർ ഉണ്ട്, കോയിലുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഫിൽറ്ററിങ് നടക്കും. DC ആക്കി മാറ്റും അല്ലേ, AC കറണ്ട് DC ആക്കി മാറ്റും. ഇങ്ങനെ ഇവിടെ 230 നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിലും ഇവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞൊരു 315 320 കറണ്ട് ഇവിടെ ഉണ്ടാവും. ഓക്കെ, 315 വോൾട്ടേജൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിനെ വോൾട്ടേജ് പിന്നെ വീണ്ടും ഫിൽറ്റർ ചെയ്യുക ചെയ്യുന്നത്. വലിയൊരു കപ്പാസിറ്റർ, ഒരു 450-400 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ ഇവിടെ ഉണ്ടാവും. 400-450 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഈ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നേരെ പോകുന്നത് നമ്മുടെ ഈ ചോപ്പർ ട്രാൻസ്ഫോമറിലോട്ടാണ്. അല്ലേ, ഏത് SMPS ആണെങ്കിലും ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ആ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെ ഒരു കോയിലിലേക്കാണ് ഇതിൻ്റെ പോസിറ്റീവ് നേരെ പോകുന്നത്. ഓക്കെ, അതിൻ്റെ മറ്റേ മറ്റേ അറ്റം ഈ മോസ്ഫെറ്റിൻ്റെ ഡ്രെയിനായിട്ട് കണക്റ്റഡ് ആയിക്കാരം. ഓക്കെ, മറ്റേ അറ്റം. അപ്പോൾ നമ്മൾ ഈ മോസ്ഫെറ്റ് ഇവിടുന്ന് സ്വിച്ചിങ് കിട്ടുന്നതുകൊണ്ടാണ് ഇത് ഇവിടെ AC കറണ്ടായിട്ട് മാറുന്നത്. അപ്പോൾ ഇത് ഓൺ ഓഫ് അങ്ങനെ സ്വിച്ചിങ് നടക്കും. നടക്കുമ്പോൾ ഇത് പൾസായിട്ട് മാറും. ഓക്കെ, ആ പൾസാണ് നമ്മൾ ഇതിൻ്റെ സെക്കൻഡറിയിൽ എഫക്റ്റ് ചെയ്യുക. അങ്ങനെയാണ് നമുക്കിവിടെ എത്ര വോൾട്ടേജ് വെച്ചാൽ ആ വോൾട്ടേജ് കിട്ടുക. അപ്പോൾ ഇത് 16 വോൾട്ടിൻ്റെ 19 വോൾട്ടിൻ്റെയാണ് ട്രാൻസ്ഫോമറാണ്. 19 വോൾട്ട് നമ്മൾക്കൂടെ കിട്ടും. 19 വോൾട്ട് AC കിട്ടും. പിന്നെ നമ്മളത് സാധാരണ പിന്നെ DC ആക്കി മാറ്റി അതിന് ഫിൽറ്റർ ചെയ്യുക ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ഡ്രെയിനിൻ്റെ ഈ കണക്ഷൻ നമ്മൾ മാർക്ക് ചെയ്ത് നോക്കുക, ഡ്രെയിനിൻ്റെ കണക്ഷൻ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു കോയിൽ ഇവിടെ സെക്കൻഡറി അല്ല, പ്രൈമറി തന്നെ ഒരു ചെറിയ കോയിലുണ്ട്.
അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ട്രാൻസ്ഫോമർ അയച്ചു നോക്കുമ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ ബോർഡിൽ ഓക്കെ ഈ ചോപ്പർ ട്രാൻസ്ഫോമറിൻ്റെ ബോർഡ് 2 കോയിലാണ് പറഞ്ഞത്. ഒരു കോയിലും തമ്മിൽ നല്ല ഡിഫറൻസ്, കുറച്ച് ഏരിയ വ്യത്യാസം ഉണ്ടാവും. ഒരു കോയിൽ നമ്മൾ അടുത്തായിരിക്കുന്നത്. അപ്പോൾ ചെറിയ കോയിലാണ് ഈ അടുത്തിരിക്കുന്ന കോയിൽ നമ്മൾ മനസ്സിലാക്കുക. വലിയ കോയിലാണ് മനസ്സിലാക്കുക. അതായത് അതിൻ്റെ പിന്നുകൾ തമ്മിലുള്ള അകലം കുറച്ച് കൂടുതലായിരിക്കും, ഈ പിന്നുകൾ തമ്മിലുള്ള അകലം കുറച്ച് കുറവായിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ചോപ്പർ ട്രാൻസ്ഫോമറിൻ്റെ മെയിൻ കോയിലും അതിൻ്റെ മറ്റേ ചെറിയ കോയിലും തമ്മിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യമുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ നമ്മുടെ സ്വിച്ചിങ് ആണ്. ഇവിടെ ഈ സ്വിച്ചിങ് കംപ്ലൈൻ്റ് ആയിരിക്കണം. ഇവിടെ സ്വിച്ചിങ് സെക്ഷൻ ഉണ്ടാവും. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു മോസ്ഫെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സ്വിച്ചിങ് സെക്ഷൻ നമ്മൾ മാറ്റി കൊടുക്കണം. നമ്മൾ ഒരു ബോർഡ് ഉപയോഗിച്ചിട്ട്, നമ്മൾ പറഞ്ഞില്ല, മൊഡ്യൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ കണക്ഷൻ നമ്മൾ റീഫിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യം എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു മൊഡ്യൂളാണ് നമ്മൾ വാങ്ങാൻ കിട്ടുക. നമ്മളതിൻ്റെ ISIN നമ്പർ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതിൻ്റെ IGBT നമ്പറൊക്കെ പറഞ്ഞു. ഇതിന് 5 കേബിളാണ് ഉണ്ടാവുക. ഈ കളർ കോഡ് തന്നെയാണ് ഇത് വരുന്നത്, അതുകൊണ്ട് ഇത് കൺഫ്യൂഷൻ ആകാനൊന്നുമില്ല. ഇതിന് 5 കേബിളാണ് ഉണ്ടാവുക. ഫസ്റ്റത്തെ കേബിൾ ഗ്രീന്, പിന്നെ വൈറ്റ്, പിന്നെ റെഡ്, പിന്നെ ബ്ലാക്ക്, പിന്നെ യെല്ലോ. ഇങ്ങനെ ഇതിൻ്റെ കളർ കോഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ കോഡിങ്ങും ഇത് എവിടെയൊക്കെ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കാം. ഗ്രീൻ മെയിൻ ഫിൽറ്ററിൻ്റെ, അതായത് വലിയ കപ്പാസിറ്റർ ഉണ്ടല്ലോ, നമ്മുടെ മെയിൻ ഫിൽറ്റർ കപ്പാസിറ്റർ, ഈ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലാണ് ഗ്രീൻ വയർ കൊടുക്കേണ്ടത്. ബ്ലാക്ക് വയർ ഇതിന് നെഗറ്റീവിലും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ ആകെ 5 വയറാണുള്ളത്. ഒന്ന് ഗ്രീന്, 2 വൈറ്റ്, 3 റെഡ്, 4 ബ്ലാക്ക്, 5 യെല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രീനിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഗ്രീൻ നമ്മൾ ഇവിടെ ഈ പോസിറ്റീവിൽ മെയിൻ ഫിൽറ്ററിൻ്റെ പോസിറ്റീവിലാണ് നമ്മൾ ഗ്രീൻ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നെഗറ്റീവിലാണ് നമ്മൾ ബ്ലാക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ബ്ലാക്ക് ഇവിടെ ഈ പോയിന്റിലാണ് കൊടുക്കേണ്ടത്. ബ്ലാക്ക് BLK എന്ന് ഇതിനുള്ളൂ, ബ്ലാക്ക് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ബാക്കിയുള്ളതിൽ 3 കേബിളാണ്. അതിൽ നമ്മൾ യെല്ലോ നമ്മൾ പറഞ്ഞു, സ്വിച്ചിങ് പറഞ്ഞിട്ടില്ല. എല്ലാ സ്വിച്ചിങ്ങിൻ്റെ ഈ സ്വിച്ചിങ്ങിന് പറയുമ്പോൾ മോസ്ഫെറ്റിലെന്ന് പറയില്ല, മോസ്ഫെറ്റ് ഡ്രെയിൻ ഉണ്ടല്ലോ, മോസ്ഫെറ്റ് ഡ്രെയിൻ വരുന്ന ഭാഗത്താണ് നമ്മൾ ഈ യെല്ലോ കേബിൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ യെല്ലോ, ഇവിടെ യെല്ലോ. ഓക്കെ, ഈ പോയിന്റിലാണ് നമ്മൾ യെല്ലോ കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾക്ക് 2 കേബിളാണ് ബാക്കിയുള്ളത്. ഒന്ന് വൈറ്റും പിന്നെ ഒന്ന് റെഡും. ഓക്കെ, റെഡ് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ ഒരു കുഞ്ഞ് കപ്പാസിറ്റർ ഉണ്ടാവും. ഇതിന് ഈ ഡയോഡ് കഴിഞ്ഞിട്ട് ഈ സെക്കൻഡ് കോയിലിൽ ഈ ഡയോഡ് കഴിഞ്ഞിട്ട് ഇവിടെ കുഞ്ഞു കപ്പാസിറ്റർ ഉണ്ടാവും. ഒരു ചിലപ്പോൾ 4.7 22 mF അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ കപ്പാസിറ്റർ. ഞാൻ കാണിച്ചു തരാം. അവിടെ ഇതാണ് ഈ കപ്പാസിറ്റർ. ഈ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ഇതിൻ്റെ ഈ റെഡ് കേബിൾ കണക്ട് ചെയ്യേണ്ടത്. അത് എന്തെന്ന് വെച്ചാൽ ഈ IGBTക്ക് പവർ കൊടുക്കാനുള്ള ഒരു പവർ, ഇതിന് പവർ കൊടുക്കേണ്ട ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഈ റെഡ് വയർ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഈ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിൽ, അതായത് ഈ ചെറിയ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് 4 വയറും കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ബാക്കിയുള്ളതൊരു വൈറ്റ് വയറാണ്. വൈറ്റ് വയർ എപ്പോഴും ഓർമ്മിക്കുക. വൈറ്റ് വയർ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, മോസ്ഫെറ്റും അതിനോട് ബന്ധപ്പെട്ട IC ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇവിടുത്തെ IC റിമൂവ് ചെയ്തു, ഇവിടുത്തെ മോസ്ഫെറ്റ് നമ്മൾ റിമൂവ് ചെയ്തു. അപ്പോൾ ആ മോസ്ഫെറ്റിൻ്റെ ഡ്രെയിനിലാണ് നമ്മൾ എന്ത് കൊടുത്തത്, ഈ യെല്ലോ കേബിൾ നമ്മൾ കൊടുത്തത് അല്ലേ. ഇനി നമുക്കൊരു ഒറ്റ കേബിള് ബാക്കിയുള്ളൂ, വൈറ്റ് കേബിൾ. ആ വൈറ്റ് കേബിൾ ഇവിടെ കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ
പിന്നെ നമ്മുടെ ഒപ്റ്റോ കപ്ലർ എന്ന ഒരു സാധനമുണ്ട്. നമ്മൾ ഫീഡ്ബാക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ഒപ്റ്റോ കപ്ലർ ഇതിനകത്തുണ്ട്. ഈ ഒപ്റ്റോ കപ്ലർ ഇവിടെ കാണുന്നുണ്ടോ അറിയില്ല. ഇവിടെ ഒപ്റ്റോ കപ്ലറിൻ്റെ 4ാമത്തെ പിന്നിലാണ് എന്ത് കൊടുക്കേണ്ടത്? ഈ വൈറ്റ് കേബിൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഒപ്റ്റോ കപ്ലറിൻ്റെ 4ാമത്തെ പിന്നിലാണ്. ആ 4ാമത്തെ പിന്ന് എന്ത് ചെയ്യണം? ആ സർക്യൂട്ടിൽ നിന്ന് വേർപെടുത്തി എടുത്തിട്ട് കുറച്ച് മേലേക്ക് ഇത് അതേപോലെ പൊന്തിച്ച് വയ്ക്കുക. ഓക്കെ, പൊന്തിച്ച് വെച്ചിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. ഓക്കെ, മാത്രമല്ല അതിൻ്റെ 3rd പിന്ന് ഒപ്റ്റോ കപ്ലറിൻ്റെ 3ാമത്തെ പിന്ന് ഗ്രൗണ്ട് ചെയ്തിരിക്കണം. മെയിൻ ഫിൽറ്ററുമായിട്ട് ഗ്രൗണ്ടിൽ കണക്ട് ചെയ്തിരിക്കണം. അത് കണക്ട് ചെയ്തിട്ടുണ്ടോ നോക്കണം. അതിനിടയിൽ എന്തെങ്കിലും കോമ്പൗണ്ട്സ് ഉണ്ടെങ്കിൽ പറിച്ച് കളഞ്ഞിട്ട് അത് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒപ്റ്റോ കപ്ലറിൻ്റെ 3ാമത്തെ പിന്ന് ഗ്രൗണ്ടും 4ാമത്തെ പിന്നിൽ ഈ വൈറ്റും കൊടുക്കണം. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ കണക്ഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞു. ഒപ്റ്റോ കപ്ലറിൻ്റെ 4ാമത്തെ പിന്നിലാണ് വൈറ്റ് കൊടുക്കേണ്ടത്. വൈറ്റ് കേബിൾ. റെഡ് കൊടുക്കേണ്ടത് ഇവിടെ ഇതിൻ്റെ പോസിറ്റീവ് റെഡ്. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്വിച്ചിങ് സെക്ഷൻ, നമ്മളെ പോയ സ്വിച്ചിങ് സെക്ഷൻ നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യാം. പ്രാക്ടിക്കലായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്തോ. ഓക്കെ, റെഡി? അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രീൻ വയർ നമ്മുടെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിൽ കൊടുക്കണം. കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ ഈ സൈഡിലാണ്. അപ്പോൾ നമ്മൾ ഗ്രീൻ വയർ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിൽ നമ്മൾ സോൾഡർ ചെയ്യണം. ഓക്കെ, ഇനി നമ്മളിവിടെ അറിയാം, നമുക്ക് കൺഫ്യൂഷൻ ഒന്നും കൂടാതെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു കേബിളാണ് ബ്ലാക്ക് കേബിൾ മെയിൻ ഫിൽറ്ററിൻ്റെ നെഗറ്റീവ്. ഓക്കെ, മെയിൻ ഫിൽറ്റർ നെഗറ്റീവ്. ഇനി നമുക്ക് യെല്ലോ കേബിളാണ്. യെല്ലോ കേബിൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ ഡ്രെയിനിൽ ഈ മെയിൻ ട്രാൻസ്ഫോമറിൻ്റെ മെയിൻ കോയിലിൻ്റെ ഡ്രെയിനിലാണ് കണക്ട് ചെയ്യേണ്ടത്. ആ ഡ്രെയിനിന് പിന്നെ നമ്മുടെ ട്രാൻസിസ്റ്റർ മോസ്ഫെറ്റ് അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ വരുന്ന ആ ഡ്രെയിനിലാണ് നമ്മുടെ IGBTയുടെ അല്ലെങ്കിൽ ഡ്രെയിനിലാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറയാം അവിടെ യെല്ലോ കേബിൾ കണക്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഡ്രെയിൻ എന്ന് പറയുന്നത്, മോസ്ഫെറ്റിൻ്റെ ഡ്രെയിൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇതാണ് മോസ്ഫെറ്റിൻ്റെ ഡ്രെയിന്. കാണുന്നുണ്ടോ അറിയില്ല. ഇതാണ് മോസ്ഫെറ്റിൻ്റെ ഡ്രെയിന്. നമ്മളിവിടെ കണക്ട് ചെയ്തു. ഇനി നമ്മൾ പറഞ്ഞു റെഡ് കേബിളാണ്. റെഡ് കേബിൾ നമ്മൾ ഈ കപ്പാസിറ്ററിൻ്റെ, ഈ കുഞ്ഞു കപ്പാസിറ്ററിൻ്റെ ഇതിന് ഇത്ര MF 22 MF അല്ലേ, 22 MF കപ്പാസിറ്ററാണ്. 50 വോൾട്ട്. 22 MF കപ്പാസിറ്ററിൻ്റെ 50 വോൾട്ടിൻ്റെ പോസിറ്റീവിലാണ് നമ്മളിത് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, പോസിറ്റീവിലാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ നമ്മൾ കുഞ്ഞു കപ്പാസിറ്ററിൻ്റെ ശരിക്കും ഷുവറായിട്ട് കണക്ട് ചെയ്യണം. കാരണം ഇത് മാറിക്കഴിഞ്ഞാൽ SMPS വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ കണക്ഷൻ ശരിക്കും പോസിറ്റീവ് തന്നെയാണോ കൊടുത്തത് എന്നുള്ളത് ഒരു ചെക്ക് ചെയ്തത് വളരെ നന്നായിരിക്കും. നമ്മുടെ റെഡ് കണക്ഷനും നമ്മൾ ഓക്കെ ആക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വൈറ്റ് കണക്ഷൻ. ആ വൈറ്റ് കണക്ഷൻ നമ്മൾ പറഞ്ഞു ഈ ഒപ്റ്റോ കപ്ലറിൻ്റെ 4ാമത്തെ പിന്നിൽ. ഓക്കെ, ഒപ്റ്റോ കപ്ലറിൻ്റെ 4ാമത്തെ പിന്നിൽ നമ്മൾ പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ തലക്കിൽ നമ്മൾ അത് പൊക്കിയെടുത്തിട്ടുണ്ട്. 4ാമത്തെ പിന്നിൽ സർക്യൂട്ടിൽ നിന്ന് വേർപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കണക്ഷൻ പൂർത്തിയായിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ മൾട്ടിമീറ്റർ വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് DC മൾട്ടിമീറ്റർ നമ്മൾ വയ്ക്കുക. ഓക്കെ, അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളതിനൊരു കേബിൾ ഉപയോഗിക്കണം. ഓക്കെ, നമ്മൾ പവർ കണക്ട് ചെയ്തു. എപ്പോഴും നമ്മൾ ഒരു പവർ സപ്ലൈ നമ്മൾ റിപ്പയർ ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ സീരീസ് കണക്ഷനിൽ ചെക്ക് ചെയ്യണം.
സീരീസ് കണക്ഷൻ എന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ പറയുന്നില്ല. മനസ്സിലായോ? ന്യൂട്രൽ ലൈനും കൊടുത്തിട്ട് ഒരു ബൾബ് കണക്ട് ചെയ്യാം. ബൾബ് 100 വാട്ടോ 100 വാട്ട് ബൾബ് നമ്മൾ കണക്ട് ചെയ്താൽ മതി. 100 വാട്ട് ബൾബ് കണക്ട് ചെയ്താൽ ഇവിടെ നമുക്ക് പവർ സപ്ലൈക്ക് നേരിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സീരീസ് ആയിട്ട് മാത്രമേ നമ്മൾ പവർ സപ്ലൈ ചെക്ക് ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് മീറ്ററിലിപ്പോൾ ഇത് നോക്കാം. ഒന്ന് ഓണാക്കി വെക്കാം. സ്വിച്ച് ഒന്ന് ഓണാക്കി വെക്കാം. അത് നോക്കട്ടെ. നെഗറ്റീവാണ്. 19.6 വോൾട്ട് കണ്ടോ? നമ്മളെ പവർ സപ്ലൈ ഓക്കെയാണ്. 19.6 വോൾട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്വിച്ചിങ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ മൊഡ്യൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്ത്. ഈ മൊഡ്യൂൾ ഇനി എന്ത് ചെയ്യണം? ഈ ഹീറ്റ് സിങ്കിൽ ഇവിടെ കണക്ട് ചെയ്യണം. ഓക്കെ, ഈ ഹീറ്റ് സിങ്കിൽ ഇവിടെ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബാക്ക് ഭാഗത്തു നിന്നുള്ള കണക്ഷൻസ് എടുത്തിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് കണക്ട് ചെയ്ത് നമുക്ക് ഒന്നുകൂടി സൗകര്യമായിക്കാരം. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഹീറ്റ് സിങ്കിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ബാക്ക് ഭാഗത്ത് കണക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഞാനത് ഫ്രണ്ട് ഭാഗത്തോട്ട് തന്നെ ഈ കണക്ഷൻസൊക്കെ ഫ്രണ്ട് ഭാഗത്തോട്ട് ഫിറ്റ് ചെയ്യാണ്. കാരണം നമ്മുടെ മോസ്ഫെറ്റ് ഈ IGBT നമുക്ക് ഇവിടെ ശരിക്കും ഫിക്സ് ചെയ്യാൻ പറ്റും. ഈ ഹീറ്റ് തന്നെയാണ് ഫിക്സ് ചെയ്താൽ ശരിക്ക് കൂളിംഗ് ആയിക്കോളും. അപ്പോൾ നമുക്കിതിവിടെ ഫിറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഫ്രണ്ട് ഭാഗത്തോട്ട് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബ്ലാക്ക് മെയിൻ ഫിൽറ്ററിൻ്റെ നെഗറ്റീവിൽ കണക്ട് ചെയ്യണം. ഫ്രണ്ടിൽ നമ്മൾ കണക്ഷൻ തുടങ്ങുകയാണ്. ബ്ലാക്ക് നമ്മൾ മെയിൻ ഫിൽറ്ററിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്തു. ശരിക്കും ഊരി പോകരുത്. അതൊക്കെ ശരിക്കും കണക്ട് ചെയ്യണം. കഴിഞ്ഞാൽ ഊരി പോകുന്ന തരും. അതോടെ ഷോർട്ടായിട്ട് നമ്മൾ SMPS പോകും. ശരിക്കും ഊരി പോരാതെ നല്ല സോൾഡറിങ് ആയിട്ട് ഫിറ്റ് ചെയ്യാം. ഇവിടെ ഫിറ്റ് ചെയ്യാൻ കഴിയുന്നിടത്ത് ഒരു ബാക്കിൽ തന്നെ കുറച്ച് വയറൊക്കെ നീട്ടി ഫിറ്റ് ചെയ്ത് ശരിക്കും ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ റെഡ് കേബിളാണ്. റെഡ് കേബിൾ നമ്മൾ പറഞ്ഞു ഈ കുഞ്ഞു ഫിൽറ്റർ കപ്പാസിറ്ററിൻ്റെ ഇത് എല്ലാ പവർ സപ്ലൈയും ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും. ഈ ഹോട്ട് പോയിന്റിൽ വരുന്ന എല്ലാ സെക്ഷനും ഇങ്ങനെ തന്നെ ആയിരിക്കും. ചിലതിൽ ചില മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ കപ്പാസിറ്റർ ചിലതിൽ ചിലപ്പോൾ കാണാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യുക? ഇവിടെ ചെറിയ കുഞ്ഞ് കപ്പാസിറ്റർ ഡയോഡ് ഇട്ടിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഡ്രെയിൻ കേവ് ഈ മഞ്ഞ ഡ്രെയിനിലാണ് കണക്ട് ചെയ്യേണ്ടത്. അത് ആ ഡ്രെയിനിൽ കണക്ട് ചെയ്യാൻ നമുക്ക് ഈസിയാണ്. കാരണം എന്താ, ആ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ മോസ്ഫെറ്റ് ഉണ്ടല്ലോ, മോസ്ഫെറ്റിൻ്റെ ആ ഗേറ്റ് ആ ഡ്രെയിനിൽ ഇങ്ങനെ കൊടുത്താൽ മതി. അവിടെ തന്നെയാണ് ഇതിൻ്റെ കണക്ഷൻ. വളരെ ഈസിയാണ്. മഞ്ഞ കേബിൾ കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നുമില്ല. ഒരു കേബിൾ കണ്ടെത്താൻ പ്രയാസമില്ല. വളരെ ഈസി കണക്ഷനാണത്. ജസ്റ്റ് മനസ്സിലാക്കിയ റെഡ് കേബിളിൻ്റെ കണക്ഷൻ ശരിക്കും ഒന്ന് മനസ്സിലാക്കിയേക്കുക. അത് ആ കുഞ്ഞ് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിൽ. ഓക്കെ, അപ്പോൾ ഡ്രെയിൻ കണക്ട് ചെയ്തു. ഇനി നമ്മൾ ഈ ഒക്ടോ കപ്പറിക്കുള്ള കണക്ഷൻ, ഒക്ടോ കപ്പറും ഇവിടെ 4ാമത്തെ പിന്നെ നമ്മൾ വേർപെടുത്തി എടുത്തിട്ടാണ് നമ്മളത് ഒക്ടോ കപ്പറിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, നല്ല സ്ട്രോങ് കണക്ഷനാണ്. നല്ല സോൾഡറിങ് ആയതുകൊണ്ട് നല്ല സ്ട്രോങ് കണക്ഷനായിട്ട് നമ്മളവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്.
ഇത് ഇവിടെ ഫിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഹോൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഒരു ഹോള് മെഷീൻ എടുത്തിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ഇവിടെ ചെറിയൊരു സ്ക്രൂ നെറ്റ് കൊണ്ടിട്ട് ഇവിടെ ടൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കണക്ഷൻസൊക്കെ സൂപ്പറായിട്ട് കിടക്കണം. ക്ലിയർ? ആവശ്യത്തിന് ഹീറ്റ് സിങ്കൊക്കെ ഇടുക. IGBTയുടെ മേലെ ഹീറ്റ് സിങ്കൊക്കെ അപ്ലൈ ചെയ്യുക. ഇവിടെ ഞാൻ ഹോളിട്ടുണ്ട്. ഇവിടെ ഈ സിങ്കിൽ ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ഹോൾ കൂടെ ഈ സ്ക്രൂ കയറ്റി കപ്പാസിറ്റി അവിടെ ഉള്ളതുകൊണ്ട് കുറച്ച് പ്രയാസമുണ്ട് അവിടെ സ്ക്രൂ ചെയ്യാൻ. അപ്പോൾ നല്ല ഉഷാറായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിക്സിങ്ങൊക്കെ നല്ല സൂപ്പറായിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞു ബോർഡായതുകൊണ്ട് ഷോർട്ടേജൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. ഈ സിങ്കിലോ എവിടെയെങ്കിലും കോണ്ടാക്ട്സും ഷോർട്ടേജൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് ഇവിടെ പവർ എടുത്ത് നോക്കാം. ഓക്കെ, നമുക്ക് പവർ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് ഇതാണ്. മീറ്റർ വെച്ചു, മീറ്റർ DC ഇട്ടിട്ടു. നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, പോസിറ്റീവ് ലീഡ് മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് വെച്ചു. 19 വോൾട്ട് അല്ലേ, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? 19 വോൾട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പവർ സപ്ലൈ ഓക്കെയാണ്. നമുക്കത് കേസിൽ സെറ്റ് ചെയ്യാം. ഇങ്ങനെ നമ്മുടെ ഏത് തരം പവർ സപ്ലൈ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, 90% പവർ സപ്ലൈ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇന്ന്.